അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്തേക്ക് വന്നിട്ട് അവള് വന്ന് പറഞ്ഞു, ആഹ് എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന്. പരിഗണന ഭയങ്കര വിഷയമാണ് ഇപ്പൊ മൊത്തത്തില്. എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരും പരിഗണിക്കണില്ലേ? അത് എന്നെ ആരും പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് എന്നും വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നീ എത്ര പേരോട് ഒരു ദിവസം ഇന്ററാക്ട് ചെയ്യാറുണ്ട്? വീട്ടിലെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നൈബേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, സുഹൃത്ത് 20 പേര്, അതായത് 50-ന്റെയും 100-ന്റെയും എടുത്ത ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ഈ 50-60 പേര്, 100 എന്ന് വിചാരിച്ചു, 100 പേരായിട്ട് ഒരു ദിവസം നമ്മൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, മൈൻഡ് ചെയ്യാറുണ്ട്, ഇന്ററാക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നോക്കാറുണ്ട്. 100ഓളം ആളുകളിൽ എത്ര പേര് നിന്നെ പരിഗണിക്കാത്തതുണ്ട്? ഒന്നുള്ളൂ. ഒന്നോ രണ്ടോ പേര് മാത്രമേ പരിഗണിക്കാത്തുള്ളൂ. അപ്പൊ നമ്മള് എപ്പോഴും ഈ പരിഗണിക്കാത്ത ആളുകളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തോന്നലാണ് നമ്മൾ ആരും പരിഗണിക്കണില്ല എന്ന്. പക്ഷെ ഈ 98 ആളുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കുന്നുണ്ട്. ഈ നമ്മൾ 98 ആളെയും പരിഗണിക്കുന്നവരെ മനസ്സറിയാതെ നമ്മൾ പോയപ്പോഴാണ് നമുക്ക് പ്രശ്നം. ഈ പരിഗണിക്കാതെ ഈ 98 പേര് നമ്മളെ പരിഗണിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മളെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. 2 പേര് മാത്രം നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിൽ കല്ലി കൊല്ലി, അല്ലെ? അങ്ങനെയൊക്കെ പറയല്ലേ, അല്ലി കൊല്ലി ഹയർ. മൈൻഡ് ചെയ്യരുതെന്ന് ഞാൻ പറയാം. നമ്മൾ പരിഗണിക്കുന്നവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക, അവരോട് മാത്രം സംസാരിക്കുക. പരിഗണിക്കാത്തൊരു ആ സ്റ്റൈലിലേക്ക് മുന്നോട്ട് പോട്ടെ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഇപ്പോഴാണ് സാറേ എനിക്ക് മനസ്സിലായി എന്ന് വെച്ച്. പരിഗണന നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മളൊരു പരിഗണിക്കാത്തവർ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, ആ സബ്ജക്ട്, ആ വിഷയം നോക്കണ്ട. അപ്പൊ എന്തായാലും നമ്മൾ 33ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. ദ മീറ്റിംഗ് ഈസ് കണക്ഷൻ വിത്ത് the Coffee Talk 7 a.m. morning program hereby called to order. The program is presented by JCI Valancheri Royals and JC Nelabur Daffodils. The first I would like to invite for the welcome speech, Abida ma'am. Thank you, Chairman. Thank you so much for the privilege. Very good morning, all of you. 7 a.m. online session, self-updating. 833ാമത്തെ ദിവസമായിട്ടുണ്ട്. ഈ ഒരു സൗഹൃദ കൂട്ടായ്മയും കുടുംബ സംഗമമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും ഇതിലേക്ക് കണക്റ്റഡ് ആയതിലും ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നു. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ മുജീബ് സാറിനെ വളരെ സ്നേഹപൂർവ്വം, ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ട്രെയിനർ ആസിയ മാമിന്, നമുക്കറിയാം, നമുക്ക് 3ാമത്തെ സെഷനാണെന്ന് തോന്നുന്നു, മാജിക് ടോക്ക് എന്ന പാർട്ട് 3 നമുക്ക് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെ ആദരപൂർവ്വം മാമിനെ സ്വാഗതം ചെയ്യുന്നു. മാമിന്റെ അറിവുകളും അനുഭവ സമ്പത്തും നമ്മളിലേക്ക് പകർത്താൻ മാമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം, ഈ 833ാമത്തെ, ഇപ്പൊ ചെയർമാൻ പറഞ്ഞ പോലെ ഇത്രയും ആയോ എന്ന് നമ്മൾ പലപ്പോഴും അതിശയിച്ചു പോകുന്ന, ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒത്തിരി പേരുണ്ട്. ഇതിന്റെ പിന്നിലും ഒക്കെ പ്രയത്നിച്ച അതിന്റെ ടീം വർക്ക് തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് ഇതിൽ ഒരുക്കി തരുന്ന ഓരോ ട്രെയിനേഴ്സിനെയും ഓരോരുത്തരെയും നമ്മളെ മുന്നിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റേഴ്സിന് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇത് നമുക്ക് ഒരുക്കി തരുന്ന എല്ലാ പ്രസിഡന്റുമാരായ രെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിനിദ സർ, അതുപോലെ തന്നെ നിതിൻ സർ, വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ കിസ് മാസ്റ്ററെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനെയും, നമ്മുടെ ട്രെയിനർക്ക് വേണ്ട എല്ലാ പ്രചോദനവും നൽകി ആക്റ്റീവായിട്ട് ഇതിനെ കൂടെ നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വിജയത്തിന് കാരണക്കാരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മളെ ജീവിതത്തിലേക്ക് പകർത്താനും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ഓർത്ത് ചേർന്നു. താങ്ക് യു ആബിദ മാം. ഏത് വെൽക്കം സ്പീച്ചിന് റെഡി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡി എല്ലാ ആണോന്നൊന്നും പറയില്ല. വെൽക്കം സ്പീച്ച് എന്ന് കേട്ട് കഴിഞ്ഞാൽ ചാടി വന്നിട്ട് വെൽക്കം സ്പീച്ച് പറയും. വോട്ട് ഓഫ് താങ്ക്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതും പറയും. നാളെ ചെയർ ചെയ്യാനുള്ള സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ സന്തോഷം തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഗ്യാപ്പും ഇല്ലാതെ, ഒരു മിസ്മാച്ചും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് വെൽക്കം സ്പീച്ച് കറക്റ്റായിട്ട് ഈ ഫ്ലോറിൽ വന്ന് പറയണമെങ്കിൽ ഈ 833 ദിവസത്തെ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് മാത്രമാണ്. അതുപോലെ തന്നെ ആസിയ മാം,
ആസ്യാമനോട് പൂ ചോദിച്ചാൽ പൂക്കാലെടുത്ത് തരുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. ഞാനൊക്കെ ഇടുക്കിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഇടുക്കിയിലൊക്കെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ടോ ഈ മലഞ്ചെരുവിൽ അവിടെ ഇവിടെ. നമുക്ക് ഈ മലഞ്ചെരുവാണ് നമ്മൾ കാണുമ്പോൾ, അപ്പൊ ഇവിടുത്തെ ആളുകളായിട്ടൊക്കെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഇവരെ ഫ്രണ്ട്സിൽ. അപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു സുഹൃത്ത് വലയത്തിൽ ഒന്നാണ് ആസിയാമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കൂടെ നമ്മൾ സെൽഫിഷ് മെന്റാലിറ്റിയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. കൂടെ നിൽക്കുന്നവരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുക, പ്രചോദനം കൊടുത്തിട്ടും അവർക്ക് ഒരു ചാൻസ് കൊടുത്തിട്ടും അവരേക്ക് എന്ത് തള്ളിവിടുക, നമ്മൾ ഉന്തി വിടുക എന്ന് കേട്ടില്ലേ, തള്ളിവിടുക, പല മേഖലകൾക്ക് തള്ളിവിടുന്ന ഒരു വ്യക്തി. ഞാൻ കൂടുതൽ അറിയില്ല, പക്ഷെ എന്തായാലും നമ്മളൊരു ഇന്ററാക്ഷൻ കണ്ടിട്ട് പറയാണ്, ഒരു വ്യക്തിത്വമാണ്. എല്ലാവരെയും മുന്നോട്ട് കാണിച്ചിട്ട് കുറച്ച് ബാക്കോട്ട് മാത്രം മാറുന്ന, നിങ്ങൾ പെർഫോം ചെയ്യൂ, നിങ്ങൾ നമ്പർ വൺ ആവൂ എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ആസിയ മാം. അതേപോലെ തന്നെ നമുക്ക് ഇടുക്കിയിലാണ് അബാക്കസ് ഫാമിലി ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. അബാക്കസ് ടീച്ചേഴ്സ് മൈൻഡ് പവർ ട്രെയിനിങ് EFT പ്രാക്ടീഷണർ ആണ്. ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്കൊരു സമൂഹത്തെ പ്രത്യേകിച്ച് ഒരു കൂട്ടായ്മയെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ലീഡേഴ്സ് ആക്കി മാറ്റും എന്നുള്ള റിസർച്ചും കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത്രയും ഒരു വ്യക്തിയുടെ ഉടമയാണ്. അപ്പൊ നമുക്ക് എന്തിരുന്നാലും നമ്മളൊരു വ്യക്തി അങ്ങനെ ആയിരിക്കണം. ചിലർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവനെ കണ്ടുപിടിക്കൂ, അവളെ കണ്ടുപിടിക്കൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ, നമ്മുടെ സമൂഹത്തില് ബാക്കോട്ട് നിൽക്കുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സറൗണ്ടിങ്ങിൽ ചുറ്റുമുള്ള ആളുകളെ ട്രാൻസ്ഫോർമേഷൻ കൊടുത്ത്, ഇൻസ്പിറേഷൻ കൊടുത്ത്, മോട്ടിവേഷൻ കൊടുത്ത് എന്ത് ചെയ്യാം, നല്ലൊരു സ്ഥാനത്തേക്ക് അവരെ എന്ത് ചെയ്യാം, നല്ലൊരു വേദിയിലേക്ക്, അവരുടെ നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക്, അവരുടെ നല്ല ജീവിത മാർഗങ്ങളിലേക്ക് മുന്നോട്ട് നയിച്ച് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇന്നത്തെ ആസിയ മാം. എന്തായാലും ഇത് മാജിക് 3 മൂന്നാമത്തെ പാർട്ടാണ് മാം എടുക്കുന്നത്. ഏത് സമയത്തും ട്രെയിനിങ് എടുക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നുള്ള ആൻസർ എന്ത് ചെയ്യില്ല, മാം പറയില്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ദ മാജിക്കൽ ട്രാക്ക് പാർട്ട് 3. അപ്പൊ എന്തായാലും സ്നേഹാദരോടെ ആസിയ മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതോടൊപ്പം 30 മിനിറ്റ്സ് ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു അഗൈൻ ദ ഇൻവൈറ്റ് and today the topic magic talk part number 3 and thank you. Happy morning all of you. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഒരിക്കൽ കൂടി വരാൻ പറ്റിയതിൽ. എന്താ വെച്ചാല് ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിക്കുക, എന്താണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സൈലന്റ് ആയിട്ട് ഇരിക്കണേ എന്നുള്ളത് ആലോചിക്കുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല കലപില വർത്താനം, വണ്ടി ഓടിച്ചു പോകുന്നവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ ചോദിക്കുകയും പറയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു സെഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ 2 തവണയായിട്ട് നമ്മൾ മാജിക്കൽ ടോക്കിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാജിക്കലി നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് അറിയാൻ കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ ഹെൽത്തിലൂടെ മാജിക്കലി എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യന് ഏറ്റവും കൂടുതലും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഹെൽത്തും വെൽത്തും റിലേഷൻഷിപ്പുമാണ്. ഈ ഹെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം നല്ലൊരു റിലേഷൻഷിപ്പുമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും. അത് പീസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ന് നമ്മുടെ ബന്ധങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം അല്ലേ. എല്ലാവർക്കും ബന്ധങ്ങളുള്ളവരാണ്. അതായത് നമ്മൾ ജനിച്ചു വീഴുന്ന അന്ന് മുതൽ നമ്മളിൽ ഇങ്ങനെ ബന്ധങ്ങൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഓരോ ബന്ധങ്ങളും ശ്രേഷ്ഠമാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ കുറവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളവരെ അവരായി തന്നെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, നീ ആയിരിക്കുന്ന പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് അവരവരുടെ ലൈഫ് പാർട്ട്നേഴ്സിനെ കുറിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഒരു മിനിറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എങ്ങനെ നീ ആയിരിക്കുന്ന പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ലൈഫ് പാർട്ട്നേഴ്സിനെ കുറിച്ച് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ സാധിക്കും, ഫീല് ചെയ്യാൻ സാധിക്കും? അപ്പൊ ഇവിടെ നമ്മൾ എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറണം എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. എൻ്റെ മക്കളായിക്കോട്ടെ, എൻ്റെ ലൈഫ് പാർട്ട്ണർ ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എനിക്കിഷ്ടമുള്ള രീതിയിൽ അവർ മാറണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലും മാറ്റം വരുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നതിലൊക്കെ നമുക്ക് കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ തുടങ്ങിക്കൊണ്ടിരിക്കും. അവരങ്ങനെയല്ലേ പറഞ്ഞത്, ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇങ്ങനെ ചിന്തിച്ചില്ല, ഇങ്ങനെയാണ് പല കാര്യങ്ങളിലൂടെ പോകും.
പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ടത്, മാജിക്കലി നമ്മളിലൊരു ഷിഫ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും അവരുടെ ഓരോ ഗുണങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുകയും വേണം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് എല്ലാ കാര്യത്തിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ബന്ധങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകാം. നമ്മൾ മറന്നു പോയതുണ്ടാവാം, വിട്ടുപോയതുണ്ടാവാം. അങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ആളുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് പേരെ നമ്മൾ ഓർക്കുന്നുണ്ട്, ഒരുപാട് പേരെ മറന്നു പോയിട്ടുണ്ട്. ഒരു നിമിഷം നമുക്കൊന്ന് ഒരു മെഡിറ്റേഷൻ മോഡിലൂടെ നമ്മൾ ഓരോ ബന്ധങ്ങളിലൂടെയും കടന്നുപോയി അവരിൽ നമ്മൾ എന്താണ് നമുക്കുണ്ടായിട്ടുള്ളത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക, ബ്രീത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ആ ബ്രീത്തിലൂടെ നിങ്ങൾ ഈ ഒരു നിമിഷം എവിടെയാണോ ഉള്ളത് ആ ഒരു നിമിഷത്തിലേക്കാകുക. അതോടൊപ്പം മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും വിട്ടുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ എത്തിപ്പെടുന്നത് ഫീൽ ചെയ്യുക. അതോടൊപ്പം ഈ ഭൂമിയിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ആസ്വാദകരമായി ആസ്വദിക്കുന്നതും നമ്മുടെ ബന്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബന്ധങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു പോകാം. നമ്മുടെ പേരൻസിനെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അവരോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരിൽ നിന്ന് എനിക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത്, ഞാൻ അവരെ എങ്ങനെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ആ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതോടൊപ്പം തന്നെ ആ ബന്ധത്തിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡായിട്ട് തോന്നുന്ന കുറച്ചു നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ഫീൽ ചെയ്ത് അവരെ ഒന്ന് ചേർത്ത് നിർത്തുന്നത് നിങ്ങളൊന്ന് അറിയുക. ഈ ഒരു നിമിഷത്തിൽ നമ്മളിൽ നിന്നും വേർപെട്ട് പോയിട്ടുണ്ടെങ്കിലും, നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അകലെയാണെങ്കിലും അവർ നമ്മളോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫീൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് നമ്മളിലേക്കൊന്ന് ചേർത്ത് നിർത്തി അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരോട് നന്ദി പറയുന്നത് ഫീൽ ചെയ്യുക. ഇവൻ നമ്മുടെ കൂടെപ്പിറപ്പുകൾ, ഒരു കുടുംബമായിട്ട് ഒരു വീടിനുള്ളിൽ കളിച്ചിരിയുമായിട്ട് നടന്നിട്ടുള്ള ആ കൂടെപ്പിറപ്പുകളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. പലരും ദൂരത്താവാം, കഴിയുന്നവരുണ്ടാവാം, മറ്റു പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. പക്ഷേ ഈ ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ആ കൂടെപ്പിറപ്പുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ല മൊമെന്റ്സുകളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരെല്ലാം ഈ ഒരു നിമിഷം നിങ്ങളുടെ ചുറ്റുമുണ്ടെന്ന് മാജിക്കലി ചിന്തിച്ചുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ഇവൻ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇപ്പോഴുള്ള ഫ്രണ്ട്സ് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഓരോ മുഖങ്ങളെയും പെട്ടെന്ന് പെട്ടെന്ന്, അതായത് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഒന്ന് ഓടി ചെറുപ്പകാലത്തിലേക്ക് പോയിട്ട് അവിടെ തൊട്ട് ഇവിടം വരെയുള്ള ആ ഓരോ ഫ്രണ്ട്സിനെയും ഒന്ന് ഓർത്തെടുത്ത് നോക്കുക. ഇവിടെ മാതാപിതാക്കൾ മാറുന്നില്ല, കൂടപ്പിറപ്പുകൾ മാറുന്നില്ല, ഫ്രണ്ട്സാണ് മാറി മാറി വരിക. അപ്പൊ ആ ഫ്രണ്ട്സിനെ എല്ലാം ഒന്ന് മനസ്സിലേക്ക് എടുക്കുക. അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെ ഇഷ്ടത്തോടു കൂടി, ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനു മുന്ന് നന്ദി പറയുക. അതുപോലെ തന്നെ മറ്റൊരു ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോ ഗുരുക്കന്മാരെയും ഒരു വാക്കുകൾ കൊണ്ട് പോലും നമുക്കൊരു അറിവ് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ അവരും നമ്മുടെ ഗുരുക്കന്മാരാണ്. അപ്പോൾ അവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അറിവുകളെയും എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ടും അതിനവരോട് നന്ദി പറയുന്നതായിട്ടും ഫീൽ ചെയ്യുക. ഇനി നമ്മുടെ മെയിൻ പാർട്ടാണ് ലൈഫ് പാർട്ട്ണർ. ആ പാർട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതോ ഒരു സമയത്താണ് നമ്മളിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെയും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് എപ്പോഴാണോ ദൈവം നമ്മളിൽ നിന്ന് വേർപിരിക്കുന്നത് അതുവരെ നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ഓർക്കുക. അവരോടൊത്തുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെ ഒന്ന് ചേർത്ത് നിർത്തുക. ആ സന്തോഷ നിമിഷങ്ങൾക്കെല്ലാം നന്ദി പറയുക. അതോടൊപ്പം ഈ ഭൂമിയിലേക്ക് നമ്മളിലൂടെ വന്നിട്ടുള്ള നമ്മുടെ മക്കളെ കുറിച്ചൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക.
അവരാദ്യമായി കൈകളിലേക്ക് ലഭിച്ചപ്പം എന്ത് സ്നേഹമാണോ മനസ്സിൽ ഫീൽ ചെയ്തത്, അതേ സ്നേഹം ഈ ഒരു നിമിഷം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ആ മക്കളെ ഓരോരുത്തരെയും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് അവരിപ്പോൾ ഈ ഒരു നിമിഷം നമ്മുടെ അടുത്തുള്ളത് ഫീൽ ചെയ്യുക. അവരിലൂടെ നാം പഠിച്ചതും അറിഞ്ഞതും വളർന്നതും ഒക്കെ അതിനും നന്ദി പറയാം. ഇനിയും ഒരുപാട് ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സഹപ്രവർത്തകരുണ്ട്, നമ്മുടെ പ്രൊഫഷനിലുള്ളവരുണ്ട്, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ ഇത്രയും ആളുകൾ നമ്മുടെ മെയിൻ പാർട്ടായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളെയും ഓരോരുത്തരെയും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരെല്ലാം താങ്ക് യു പറഞ്ഞ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക. ഒരു നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളോടുമുള്ള ഒരു സ്നേഹത്തെ ആ വലത് കൈകളിലേക്കൊന്ന് നിങ്ങൾ ഏറ്റെടുക്കുക. ആ കൈകളൊന്ന് ഫീൽ ചെയ്യുക, ഒരു സ്നേഹത്തെ. അത് എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്നൊന്ന് ഫീൽ ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്നൊന്ന് ഫീൽ ചെയ്ത് നോക്കുക. ആ വലത് കൈ പതിയെ ഒന്ന് ആ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഇപ്പൊ നാം കണ്ടതായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും നമ്മളിലേക്ക് ചേർത്ത് വെച്ച് അവരിലെ എല്ലാ നല്ല ഗുണങ്ങളെയും ചേർത്ത് വെച്ച് നന്ദി പറയുക. ഈ ഒരു നിമിഷം എല്ലാ ബന്ധങ്ങളെയും ഓർത്തെടുക്കാനും സന്തോഷകരമായിട്ട് തന്നെ മുൻപോട്ട് പോകാനും സാധിച്ചതിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കുക. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഈ ഒരു നിമിഷം നമ്മൾ ഇന്ന് വരെ ജീവിച്ച എല്ലാ ജീവിതവും നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. യെസ്. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ സ്വപ്നലോകത്തിലേക്ക് പോയിട്ടുണ്ടല്ലേ. പരാതികളും പരിഭവങ്ങളും ഒക്കെ പലരെക്കുറിച്ചും ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയോ പോയിട്ട് നമ്മൾ അവിടെ നല്ല, അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിച്ച, നമുക്ക് നമ്മുടെ ജീവിതത്തെ എന്താ കറേജ് ചെയ്ത് നമ്മളെ മുൻപോട്ട് നയിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നെയല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിലൂടെ പറയൂ. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ പറ്റും? യെസ്. ഇവിടെ നമുക്ക് വിട്ടുപോയ ഓരോ ബന്ധങ്ങളെയും ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലേ? മറന്നു പോയവരെ ഓർത്തെടുക്കാൻ പറ്റിയില്ലേ? അവിടെ നല്ല ഗുണങ്ങൾ നമുക്ക് എത്രത്തോളം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇതേപോലെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ബന്ധങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഏതൊരു ബന്ധവും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിന്റെ 10 ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഏതൊരു ബന്ധവും ദൃഢമാക്കപ്പെടുന്നത് അതിലുള്ള കണക്ഷൻസ് അത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീലോട് കൂടി ചെയ്യുമ്പോഴുള്ളതാണ്. അപ്പൊ ഇപ്പൊ അടുത്തൊരു പാർട്ടും കൂടെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളെ ബുദ്ധിമുട്ടിച്ച പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ബന്ധങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരെ കുറിച്ചൊന്ന് ഒരു 10 കാര്യങ്ങളൊന്ന് എഴുതുക. ഇപ്പോ എന്താ പറയാ, അവരെ നല്ല പാർട്ടായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇവനെല്ലാവരും ചോദിക്കും, എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വിഷമസ്ഥിതി ഉണ്ടായപ്പോൾ അവരെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പക്ഷേ അവരുമായിട്ട് ഏതൊരു ബന്ധമായിക്കോട്ടെ, അവരുമായിട്ട് നമ്മൾ ഒന്ന് ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ ആ ഒരു ബന്ധം എങ്ങനെയുള്ളതായിരുന്നു? സന്തോഷകരമായ ബന്ധമായിരുന്നല്ലേ? ആ നിമിഷം വരെയുള്ള ആ കാര്യങ്ങളെ ഒന്ന് മനസ്സിൽ ഒന്ന് ഓർത്തെടുത്തിട്ട് ആ ബന്ധങ്ങളെക്കുറിച്ച് ഒന്ന് എഴുതി നോക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ബന്ധത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ഫീൽ ഗുഡ് ഫീൽ എന്താണെന്ന് മനസ്സിലാക്കുക. അവിടെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഫുള്ളി അവരോട് ഒന്ന് അറ്റാച്ച്ഡ് ആവുകയാണ്. അവരോട് നമുക്കൊരു ഇഷ്ടം തോന്നുകയാണ്. അവരോടുള്ള വെറുപ്പ് നമ്മുടെ ഉള്ളിൽ നിന്നും മാറിപ്പോവുകയാണ്. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വെറുപ്പ് ഒരു തീക്കനൽ നമ്മുടെ കൈകളിൽ പിടിക്കുന്നത് പോലെയാണ്. ആ തീക്കനലിന്റെ പ്രത്യേകത എന്താണ്? അത് ഇരിക്കുന്നിടവും ഇല്ലാതാക്കും, എന്നിട്ടാണ് മറ്റുള്ളവരെ നശിപ്പിക്കുകയുള്ളൂ. അത് ഇരിക്കുന്നതിലൂടെ തന്നെ അതില്ലാതായിട്ടാണ് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും പരാതികൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ഈവൻ ബന്ധങ്ങളിൽ പരാതികൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ തന്നെ ഇല്ലാതാക്കി ആ ബന്ധവും നമ്മളിൽ നിന്നും ഇല്ലാതാക്കുകയാണ്. നമുക്ക്, ഞാൻ ഇങ്ങനെ
ഒരു സ്റ്റോറി ഓർക്കുകയാണ്. ഇപ്പം ഞാൻ സീക്രട്ട് മാന്ത്രികം എന്നുള്ള ബുക്ക് വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് റോണ്ട ബേൺ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ പേരൻസിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവർ ഏറ്റവും നല്ല മികച്ചൊരു ദാമ്പത്യ ബന്ധമായിരുന്നു അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും. അവരിങ്ങനെ നല്ല സന്തോഷകരമായി പ്രണയിനികളായിട്ട് ജീവിച്ചു വരുമ്പോൾ മരണം എന്നുള്ളത് വന്ന് അവരുടെ ഹസ്ബൻഡിനെ അല്ല അവരുടെ അച്ഛനെ മരണം സംഭവിക്കുകയാണ്. അതിനുശേഷം അമ്മ പെട്ടെന്ന് തന്നെ മൂടിയായിപ്പോയി. ഭയങ്കര ആയിട്ട് വിഷമിച്ചു. ഒന്നും സംസാരിക്കുക പോലും ഇല്ലാതെ മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നറിയുന്നില്ല, അമ്മയെ എങ്ങനെ മാറ്റിയെടുക്കണമെന്നറിയുന്നില്ല. പക്ഷെ അവിടെ ഒരു തിരിച്ചറിവ് അവനവനിൽ തന്നെ ഉണ്ടായപ്പോൾ, ആ അമ്മയിൽ ഉണ്ടായപ്പോൾ, അമ്മ കുറച്ചുനാൾ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന് വല്ലാതെ ബുദ്ധിമുട്ടിലായിട്ടിരുന്നതിന് ശേഷം അവരോട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആ അച്ഛൻ്റെ കൂടെ, അതായത് ഹസ്ബൻഡിന്റെ കൂടെ ജീവിച്ച ആ നല്ല നിമിഷങ്ങളെ ഓർത്തിട്ട് അവർ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. ഏതൊരു നിമിഷത്തിലും അവരോടൊപ്പം ചെലവഴിച്ച എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു പൊതുജീവൻ, അതായത് ആ ഹസ്ബൻഡ് കൂടെ ഇപ്പോഴും ഉണ്ട്, എല്ലാ കാര്യത്തിലും മുൻപോട്ട് പോകാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ വരികയും ഓരോ കാര്യങ്ങളിലേക്ക് അവർ പുറത്തേക്ക് ഇറങ്ങാനും ചെയ്യാനും തുടങ്ങി. രണ്ടാമത് അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ടോ രണ്ടുപേരും കൂടെ ചേർന്ന് പല കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്നുള്ളത്. ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ബാക്കിയാക്കി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെയും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ അത് ചെയ്ത് തീർക്കാനുള്ള ഒരു മനോബലം ഉണ്ടാക്കിയെടുത്തത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെയായിരുന്നു. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ആള് ഫുള്ളി ചേഞ്ചായി. ഞാൻ ജീവിക്കേണ്ടത് എന്നിൽ നിന്നും വേർപെട്ടു പോയ ഒരാളെ കുറിച്ചുള്ള ചിന്തയിൽ, വിഷമത്തിലല്ല, അവരെനിക്ക് നൽകിയിട്ടുള്ള നല്ല ഓർമ്മകളിലൂടെ, ശക്തമായ ഒരു ബന്ധത്തിലൂടെ ഞാൻ മുൻപോട്ട് പോവുകയാണ് വേണ്ടത്. എപ്പോഴും നമ്മുടെ കൂടെയുള്ളവര് ആഗ്രഹിക്കുന്നത് നമ്മൾ തളർന്നു പോവാനല്ല, അവർ നമുക്ക് സപ്പോർട്ട് തരുന്നതും നമ്മളെ തളർത്തി കളയാനല്ല. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നോക്കാം, എല്ലാവരിലും മരണം എന്നുള്ളത് എത്തിപ്പെട്ടിട്ടുണ്ട്. ഓരോ ബന്ധങ്ങളിലൂടെ ഉണ്ടാവും. പക്ഷെ പലരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മരണപ്പെട്ടു പോയവരെ അല്ലെ വേർപെട്ടു പോയവരെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, വിഷമിച്ച് അവരെ ഇല്ല എന്നുള്ള ഒരു ഭാരത്തോടു കൂടി ജീവിക്കുക ചെയ്യണേ. ആ സമയത്ത് നമ്മൾ ആ മരണപ്പെട്ടതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഒരു മനുഷ്യനായി ജനിച്ചാൽ അത് മരണം നമ്മളിൽ ഉള്ളതാണെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ നല്ല ചിന്തകളെ അല്ലെ അവരുടെ നല്ല ഓർമ്മകളെ കൊണ്ടുവന്നിട്ട് നമ്മളെ എങ്ങനെയാണോ മുൻപോട്ട് നയിച്ചത് ആ ഓർമ്മകളിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ആ നഷ്ടപ്പെടൽ ഒരിക്കലും നഷ്ടപ്പെടലല്ല, അതെന്നും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ്. ആ തിരിച്ചറിവിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക? ജീവിക്കാൻ കൊതി തോന്നില്ലേ? എനിക്ക് ആ ആളുടെ കൂടെ എൻ്റെ ആ ഒരു ബന്ധത്തിലൂടെ എനിക്ക് നേടിയെടുക്കാനുള്ള പലതുണ്ടായിരുന്നു, അതിപ്പോഴും എൻ്റെ കൂടെയുണ്ട്, എനിക്കത് നേടിയെടുക്കണമെന്ന ചിന്തയിലേക്കാണ് വരിക. അപ്പൊ ആ ചിന്തയിലേക്ക് വരുമ്പം ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം, നമ്മുടെ മക്കള് കുഞ്ഞു മക്കളായിരുന്നപ്പോ എത്രത്തോളം എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഓർത്ത് നോക്കിയേ. ആ കുഞ്ഞായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ ചിരിക്കുന്നതും കരയുന്നതും ഒക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് വലുതായി വലുതായി വന്നു കഴിയുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളെപ്പോലെ അവരാവണം, അല്ലെ ഞാൻ പറയുന്ന രീതിയിൽ അവരനുസരിക്കണം എന്നുള്ള കണ്ടീഷൻസ് കൊണ്ടുവന്നു കഴിയുമ്പോൾ നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ അവരോട് എന്ത് പറയുന്നുണ്ടാവും, നീ എന്താ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത, വഴക്കാളിയാണ്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പലതും നമ്മൾ അവരോട് പറയാനുണ്ടാവും. ആ സ്ഥാനത്ത് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതിനെ നമ്മുടെ നിധിയായി നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു മാജിക്കൽ മൊമെന്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കും. അത്രത്തോളം ഫീലോട് കൂടി എത്ര വലുതായാലും ആ മക്കളെ ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇവൻ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും ഇത് തന്നെയാണ് കേട്ടോ. എന്താണ്, ആദ്യം ആ ഒരു ഹണിമൂണിന്റെ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ ഒരു കുറേ നാളുകളിൽ എല്ലാം ഇഷ്ടങ്ങളായിരുന്നു. ആള് ചിരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഇഷ്ടങ്ങളായിരുന്നു. പിന്നെ എപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ഇഷ്ടങ്ങൾ കുറഞ്ഞു പോയത്? ആ ഇഷ്ടങ്ങൾ കുറഞ്ഞു പോയത് അവരുടെ പോരായ്മകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ്. ഈ പോരായ്മകൾ കാണാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്നോ, നമ്മുടെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് കുറയുമ്പോൾ, സ്നേഹം കുറയുമ്പോൾ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം തന്നെ ഉണ്ടാവണം. അപ്പൊ ഓരോ ലൈഫ് പാർട്ട്ണറിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത്, എവിടെയാണ് ഞാൻ തിരുത്തേണ്ടതെന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഓരോ ബന്ധങ്ങളിലും ഞാൻ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവനിപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു 3 ബന്ധങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ബുക്കും പേനയും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. ഏറ്റവും പ്രിയപ്പെട്ട 3 ബന്ധങ്ങൾ എഴുതി വെക്കുക. ആ ബന്ധങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം സ്ട്രോങ് ആക്കുന്നത് എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ. അതിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം സ്ട്രോങ് ആണ് നിങ്ങൾക്ക് അവർ. അത്രത്തോളം ആ ഒരു ബന്ധം വന്നിട്ട് അറ്റാച്ച്ഡ് ആണ്, അതോടൊപ്പം ഡിറ്റാച്ച്ഡുമാണ്. ഏതൊരു ബന്ധത്തിൽ നമ്മൾ അറ്റാച്ച്മെന്റ് വരുന്നതോടൊപ്പം തന്നെ ഡിറ്റാച്ച്ഡ് ആവണം. ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ അവരെന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അതൊരു വിഷമത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരും എന്നുള്ളതുമാണ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഏറെ ഇഷ്ടമുള്ള ഒരു 3 ബന്ധങ്ങൾ എഴുതിയിട്ട് അതിന്റെ 5 ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് എഴുതുക. എല്ലാം റെഡി അല്ലേ? 5 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യത്തെ സെഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗ്രാറ്റിറ്റ്യൂഡിനോടൊപ്പം നമ്മൾ പരാതി കൊണ്ടുപോയാൽ അതെന്തായിട്ട് വരില്ല, പോസിറ്റീവും നെഗറ്റീവും കൂടെ അടിച്ച് ക്ലാഷ് ആവത്തുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് എത്ര കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്നുണ്ടോ അത്രയും കാര്യങ്ങളിൽ നിന്നും ആ ഒരു പരാതികളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പരാതികളിൽ നിന്നും മാറി ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എത്തുക, അപ്രീസിയേഷനിലേക്ക് എത്തുക. അവിടെ നമ്മൾ ചേർത്ത് നിർത്തുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു മെഡിറ്റേഷനിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ ഹൃദയത്തിനുണ്ടായ ഒരു മാറ്റം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോ ഇമോഷൻസിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഇമോഷൻസ് നമ്മുടെ ശരീരത്തെ സ്ട്രോങ് ആക്കുന്നുണ്ട്, ആ ഇമോഷൻസ് നമ്മുടെ ശരീരത്തെ വീക്ക് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മളിലുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാം. നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, എപ്പോഴും അടിപിടി കൂടുന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. പലരും പറയും സ്നേഹമുള്ളിടത്താണ് അടിയും വഴക്കൊക്കെ ഉണ്ടാവുക, അത് ദേഷ്യം ഉണ്ടാവുക എന്നൊക്കെ. പക്ഷെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല, വേദനിപ്പിക്കാൻ പറ്റില്ല. ആ ഒരു ബന്ധമാണ് എപ്പോഴും നിലനിർത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ വിചാരിക്കണേ, എന്ത് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവരെൻ്റെ കൂടെ ഉണ്ടാകുന്നുള്ള ചിന്തയിൽ നമ്മൾക്ക് തോന്നുന്നതെല്ലാം അവരോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് വീണ്ടും ചേർത്ത് പിടിക്കുമ്പോൾ ആ കൂടെയുള്ള ആളുടെ ആ ഒരു ഹൃദയം വേദനിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ടത്, നീ ആയിരിക്കുന്ന പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കും, എനിക്ക് സ്നേഹിക്കാൻ കഴിയും എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറോട് എത്രത്തോളം പരാതികളാണ് പറയാറുള്ളത്. ആദ്യം കണ്ട ഒരു മൊഞ്ചിപ്പഴുണ്ടോ? വണ്ണം വെച്ചിട്ടുണ്ട്, കറുത്തു പോയിട്ടുണ്ട്, നിന്റെ ചിരി ശരിയല്ല, അല്ലെങ്കിൽ നിന്റെ സംസാരം ശരിയല്ല, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ പറയാറുള്ളത്. ഇവൻ മക്കളോടാണെങ്കിലും ആദ്യം അവർ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇപ്പൊ കുറച്ച് പഠനത്തിൽ കുറവായിരിക്കും. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചത് നമ്മൾ അവരെ എന്ത് ചെയ്യാറുണ്ട്, ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് വരുത്തേണ്ട ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന ചിന്തയിലേക്ക് വന്നാൽ അവിടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും എന്നുള്ളതാണ്. ഏറെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് ഞാൻ നടന്നിരുന്ന ആളാണ്. അതാണ് ഇവിടെ ഞാൻ ഇത്രയും സന്തോഷത്തോടെ ഈ മാജിക്കലി പറയാൻ വരുന്നതിന്റെ കാര്യവും അതാണ്. എൻ്റെ ലൈഫിൽ വന്ന ഒരു ട്രാൻസ്ഫർമേഷനാണ്. ആകെ പരാതികളോട് കൂടി എല്ലാ ബന്ധങ്ങളെയും പരാതികളോട് കണ്ടിരുന്ന ഒരാളാണ്. അവരെന്തായാലും ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരാളാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ എത്രയോ ആൾക്കാരാണുള്ളത്. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, എനിക്ക് നൽകിയ നന്മകളെ കുറിച്ച് ഓർക്കാൻ തുടങ്ങി. എത്രയാണെങ്കിലും ഞാനൊരു മനുഷ്യനാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് മനുഷ്യരാണ്, എല്ലാ ബന്ധങ്ങളും എനിക്ക് സന്തോഷകരമാണ് എന്നുള്ളതാണ്. അവിടെ ഏറ്റവും സന്തോഷകരമായി തോന്നിയ ഒരു കാര്യം അത് തന്നെയാണ് മുജീബ് സാർ പറഞ്ഞത്. എനിക്ക് ഈ ട്രെയിനിങ് ഞാനിപ്പോൾ JCയിൽ ഇവിടെ ആദ്യം വന്നതിന് ശേഷം ഞാൻ JC ഫോം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് അത് ഫോം ചെയ്ത് അതിലേക്ക് ലേഡീസിനെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ, നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് അവസരങ്ങളുണ്ട് എന്ന് പറയുകയും അവരോട് ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ അത് സമ്മതിക്കുകയും മുജീബ് സാറിനോട് ചോദിച്ചപ്പോൾ മുജീബ് സാർ അത്ര നല്ലൊരു സപ്പോർട്ട് തരികയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്, എന്നെ മുജീബ് സാറിലേക്ക് എത്തിച്ചത് എൻ്റെ EFT ഫാമിലി എന്നുള്ളൊരു വ്യക്തിയാണ്.
ആ വ്യക്തിയിലൂടെ ഞാൻ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എനിക്ക് ഒരുപാട് കണക്ഷൻസ് ആയി, ഒരുപാട് പേരെ അറിയാൻ കഴിഞ്ഞു. അപ്പൊ അതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഇങ്ങനെ ഒന്നും ഇരുന്നാൽ പോരാ, ഇനിയും വളരണം അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകണം എന്നറിയാൻ സാധിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഓരോ വ്യക്തികളെയും പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ബന്ധങ്ങളിൽ മാജിക്കലി ഷിഫ്റ്റ് വരുത്തണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു ചിന്തയാണ്. ആ മനുഷ്യനായിട്ട് ഇരിക്കാൻ സാധിച്ചാൽ മാത്രമേ എല്ലാവരെയും ഒരേപോലെ ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവർ കാശുള്ളവരാണ്, അല്ലെങ്കിൽ അവർ പഠിത്തമുള്ളവരാണ്, അവർ പ്രൊഫഷൻ അങ്ങനെ ഇങ്ങനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മനുഷ്യനായിട്ട് ഇരിക്കാൻ പറ്റില്ല. മനുഷ്യനായിട്ട് ചിന്തിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എത്താൻ പറ്റുള്ളൂ, ആ ഒരു ഫീലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ അറിവും എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ അറിവുകൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളവരോട് ഞാൻ പറയാറുള്ളത്, നമുക്ക് ഏതൊരു അറിവും ലഭിച്ചു കഴിഞ്ഞാൽ ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം പകർത്തണം. എന്നിട്ട് അതിൽ എന്താണ് റിസൾട്ട് വരുന്നതെന്ന് അറിഞ്ഞിട്ട് അത് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കണം, സന്തോഷത്തോടെ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമ്മുടെ ജീവിതത്തെ ഫുള്ളി ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഏതൊരു മേഖലയിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹെൽത്തിൽ വന്ന ചേഞ്ച് വെൽത്തിൽ കൊണ്ടുവരാൻ പറ്റും, റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ പ്രൊഫഷനിൽ കൊണ്ടുവരാൻ പറ്റും. ഈവൻ എന്താ പറയുക, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വീടിനെ തന്നെ നമുക്കൊന്ന് മാറ്റിമറിക്കാൻ പറ്റും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിൽ. ഒന്ന് ഓർത്ത് വെക്കുക, നമ്മൾ ഒരുപാട് കാശുണ്ടാക്കി ഒരു വീട് പണിത് വെച്ചിട്ട് ആ വീട്ടിലേക്ക് കയറിയിരിക്കുമ്പോൾ ചിന്തിക്കാൻ പോകും എത്ര കടമുണ്ട്, എങ്ങനെയാണ് ഇത് തീർക്കുക എന്നുള്ളൊരു അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് ആ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെങ്കിൽ ആ വീട് നമുക്ക് സമാധാനം തരുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്തകളല്ലേ ആ വീട്ടിലേക്ക് മൊത്തം പോണത്. ആ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന മനസ്സുമായിട്ട് നമ്മൾ ആരോട് സംസാരിക്കുന്നുണ്ടോ നമ്മളിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജിയാണ് അവരിലേക്ക് പോകുന്നത്. മക്കളിലേക്കാവാം, വൈഫിലേക്കാവാം, ഹസ്ബൻഡിലേക്കാവാം, ആരിലേക്കാണേലും അതേപോലെ. നമ്മൾ ഇവൻ നല്ലൊരു ജോബ് നമുക്ക് കിട്ടി, ആ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ച് കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടപ്പാടാണെന്ന് നമ്മൾ പരാതി പറയാറില്ലേ? ആ പരാതി എന്താണ്? ആ ജോബിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിൽ നിന്ന് കുറയ്ക്കുക ചെയ്യണേ. ഇതേപോലെ ഏതൊരു കാര്യത്തിലേക്കും ഒന്ന് കണ്ണ് തുറന്നു നോക്കൂ, മാജിക്കലി കണ്ണ് തുറക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെയല്ല ഇതൊക്കെ നടപ്പിലാവുന്ന കാര്യമാണെന്ന് എന്നോട് പലരും ചോദിച്ചതാണ്. പക്ഷെ മാജിക്കലി ചിന്തിക്കുക, നമ്മളൊരു മെഡിറ്റേഷൻ മോഡിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം മുഴുവനും ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അത് മാജിക്കലി മാത്രമാണ് സംഭവിക്കുന്നത്. മാജിക്കലി ഉള്ള ഒരു കാര്യമാണല്ലോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഹാർട്ട് ബീറ്റ്സ്, ശ്വസനം, നമ്മുടെ ചിന്തകള്, പിന്നെന്താ ബ്ലഡ് സർക്കുലേഷൻ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അത് മാജിക്കലി അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതം മാറ്റിമറിക്കാൻ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എത്തുക. ആ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എത്രത്തോളം വേണമെങ്കിലും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ ഇങ്ങനെ ഈ ഒരു മണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ, പുതിയൊരു അറിവുകൾ നേടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. രാവിലെ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരെയും ഓർക്കുക. ഇന്നിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്തതുപോലെ എല്ലാ ബന്ധങ്ങളെയും ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതേപോലെ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുക, അതേപോലെ നമ്മുടെ വെൽത്തിനെ കുറിച്ചും ഒന്ന് ഓർത്തു നോക്കുക. ഒരു ദിവസത്തിൽ നമ്മുടെ ഫുള്ള് ആയിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് എങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ കൈകളിൽ ആ ഒരു പവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്കെല്ലാം നമ്മളൊന്ന് ആ പൊടി ഒന്ന് വിതറി നോക്കുക, മാജിക്കലി വിതറി നോക്കുക. അതിലെല്ലാം നമ്മൾ തന്നെ അതിനെന്ത് ചെയ്യുക, ഒന്ന് അഭിനന്ദിക്കുന്നത് പോലെ എല്ലാം സെറ്റാണെന്നുള്ളത് പോലെ നാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടുണ്ട് എന്നുള്ളത്. അന്നത്തെ ദിവസം ഫുള്ള് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഞാൻ സമയം നോക്കുന്നുണ്ടായിരുന്നു, മുജീബ് സാർ വന്നതിന് സമയം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, തീരാറായിട്ടുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഉള്ളത് ഒരു 2 കാര്യങ്ങളും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിൽ നിന്നും വേർപെട്ടു പോയവരെ കുറിച്ച് നമ്മൾ ഒരിക്കലും വേദനയോടുകൂടി ചിന്തിക്കരുത്. ആ ചിന്തകൾ നമ്മുടെ ശരീരത്തെ തളർത്തിയുള്ളൂ, നമ്മളുടെ ആരോഗ്യത്തെ കളയത്തേയുള്ളൂ. അതിനു പകരം അവരോടൊപ്പമുള്ള എല്ലാ നല്ല നിമിഷങ്ങളെയും ഓർത്തെടുത്തിട്ട് അതിന് നന്ദി പറയുക. അപ്പോൾ ആ ഒരു ബന്ധം അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ലഭിച്ചതിനെല്ലാം നന്ദി പറയാൻ മറക്കാതിരിക്കുക. മുമ്പുണ്ടായിരുന്ന എല്ലാത്തിനും നന്ദി പറയുക. ഇതിന് മാത്രമേ സമയമുള്ളൂ എന്നല്ല, നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഉള്ളിൽ ഒരു താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ മതി. ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട് നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്.
താങ്ക് യു. വളരെ അസിയാമ്മ വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് എന്ത് ചെയ്തു ഈ ട്രെയിനിങ് സെഷൻ കൈകാര്യം ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡും ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റൂ. ഒരു ദിവസം ഗാന്ധിജിയുടെ അടുക്കൽ വന്നിട്ട് ഒരു പാരന്റ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ നല്ല മധുരം കഴിക്കേണ്ടത് എന്തെങ്കിലും ഉപദേശം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പാരന്റും മകനും കൂടി വന്നിട്ട് ഒരു ഉപദേശം എന്തെങ്കിലും കൊടുക്കണം, നല്ല മധുരം കഴിക്കണ്ട, ലഡു കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞു, മോൻ നാളെ മുതൽ മധുരം കുറച്ച് കഴിക്കാൻ മതി, കഴിക്കരുത് എന്നൊക്കെ ഒരു ഉപദേശം കൊടുത്തു. അപ്പൊ പാരന്റ് പറയാണ്, അല്ല ഇത് കഴിഞ്ഞ ആഴ്ച കഷ്ടപ്പെട്ട് ഞാൻ നടന്ന് ഇത്രയും കിലോമീറ്റർ ആയിട്ട് യാത്ര ചെയ്ത് വന്നപ്പോ പറയായിരുന്നില്ല ചോദിച്ചു. ആ സമയത്ത് ഞാനും നിന്റെ മകനേക്കാൾ മധുരം കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മധുരം കഴിക്കണ്ടെന്ന് നിന്നോട് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ മധുരം എന്റെ ലൈഫിൽ നിന്ന് വെടിയണം. അതുപോലെയാണ് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച് സംസാരിക്കും, ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ സമൂഹത്തിൽ കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ ആ വ്യക്തി ആദ്യം നമുക്ക് എന്ത് ചെയ്യും, ഒരു മാറ്റം ഒരു ചേഞ്ച് വരാൻ പറ്റതായിരിക്കണം എന്നുള്ള ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നാളെ ഒരു ട്രെയിനിങ് ഉണ്ട്, ഞാൻ ഏത് ടോപ്പിക് എടുക്കാന്നുള്ള എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു ടീച്ചേഴ്സിനാണ് ട്രെയിനിങ്, ജോബ്, കഷ്ടപ്പാട്, ഗ്രാറ്റിറ്റ്യൂഡ്. അത് അടിച്ചു പൊളിച്ച ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ജോലിയിൽ നമുക്ക് എപ്പോഴും ഒരു മടുപ്പ് തോന്നുകയാണെങ്കിൽ അൻവർ സാറേ, നമുക്ക് നമ്മളെ ജോലി ഉണ്ടല്ലോ, നമ്മളെ ജോലി കഷ്ടപ്പാട് നിറഞ്ഞ ജോലിയുണ്ട്. രാവിലെ 5 മണിക്ക് സാറ് എണീറ്റിട്ട് എന്ത് ചെയ്യുക, രാത്രി 1 മണിക്ക് ഉറങ്ങാറുണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളെ ജോലിയിൽ നമുക്ക് മടുപ്പ് തോന്നുകയാണെങ്കിൽ അത് കഷ്ടപ്പാടാണ്, അത് ബുദ്ധിമുട്ടാണ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, പ്രയാസമാണെന്നുള്ള നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, നമുക്ക് ആ ജോലിനോട് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളത്. സൂപ്പർ വേർഡ് മാം, അടിപൊളി വേർഡാണ്. ഇത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, എത്ര ദിവസം വേണമെങ്കിലും ട്രെയിൻ, ഇത് നമ്മൾ മനസ്സിലാക്കാവുന്നുള്ളൂ അല്ലെ. നമ്മൾ ചെയ്യുന്ന രാവിലെ മുതൽ വൈകിട്ട് വരുന്ന ഒരു ജോലിയിൽ എന്തെങ്കിലും നമുക്കൊരു ഇത് തോന്നു കഴിഞ്ഞാൽ, നീരസം തോന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും നല്ല രീതിയിൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ ട്രെയിനിങ് സെക്ഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്കും ഓപ്പൺ ഫ്ലോറിലേക്ക് ക്ഷണിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യുവർ ദ ഫീഡ്ബാക്ക്, വാല്യുബിൾ ഫീഡ്ബാക്ക് ആൻഡ് ഓപ്പൺ ഫ്ലോർ. താങ്ക് യു. Good morning to all. ഹലോ പറയൂ. ഹലോ നാഗേശേട്ടൻ പറഞ്ഞോളി, എന്നിട്ട് പറയാം. നാഗേശേട്ടൻ പറഞ്ഞോളി. ഗുഡ് മോർണിംഗ് ടു ഓൾ. നല്ലൊരു സെഷൻ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ലാസ്റ്റ് പറഞ്ഞ 2 ടേക്ക് അവേയും ആ സെന്റൻസ് ആണ്. ഡോണ്ട് ഫീൽ സോറി ഓർ സാഡ് ഫോർ ദി പേഴ്സൺസ് ഹു ലെഫ്റ്റ് us. ഞങ്ങളെ വിട്ടുപോയവരെ പറ്റിയിട്ട് വിഷമിക്കണ്ട, നല്ലതേ ചിന്തിച്ചോളൂ. പിന്നെ ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് ടുഡേ വി ഹാവ്. നമുക്ക് ഇന്നുള്ളതിന് ആ നന്ദി രേഖപ്പെടുത്തുക. ആ 2 ലാസ്റ്റ് ഹോമേവർ സെന്റൻസ് വളരെ ഇഷ്ടപ്പെട്ടു പോയി. നന്നായിട്ട് നിരട്ടെ. ഇത് മുമ്പേയും നമുക്ക് മാജിക്കൽ ടോക്ക് ഞങ്ങൾ കേട്ടതായിരുന്നു. നല്ല നരേഷനുമായിരുന്നു. വോയിസും അത് ഇതൊക്കെ എല്ലാവരെയും കണ്ട് മനസ്സിലാക്കി പറഞ്ഞ വാക്കാണ്. നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു ആസിയ മാഡം ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഉസ്മാൻ സർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഓൾ. അന്നൂർക്കനെ കാണാതെ കുറെ ആയല്ലേ, എവിടെ ആയിരുന്നു? താങ്ക് യു. സൂപ്പർ ക്ലാസ് ആയിരുന്നു. നാഗേശേട്ടന് പറഞ്ഞ അതേ പോയിന്റ് തന്നെയായിരുന്നു ഞാൻ റിയലി പറയാൻ ഉദ്ദേശിച്ചത്. നല്ലൊരു ഐ ഓപ്പണിംഗ് സെഷന്. നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നല്ലൊരു ഇൻസ്പയറിങ്, എനർജറ്റിക്, അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ പെട്ടെന്ന് തന്നെ മോട്ടിവേറ്റ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോ പോയിന്റ്സും മാമിൻ്റെത് അങ്ങനെ ആയിരുന്നു. അപ്പൊ താങ്ക് യു. അത്രയും നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ഇന്ന് രാവിലെ മാം സമ്മാനിച്ചതിനും അത് കേൾക്കാൻ സാധിച്ചതിനും മാമിനെ ഈ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നവർക്കും എല്ലാവർക്കും ഒരു താങ്ക്സ്. ഓക്കെ, താങ്ക് യു. സൂപ്പർ സെഷൻ ആയിരുന്നു. മുജീബ് സാർ പറഞ്ഞു വെച്ചുകൊടുത്തുനിന്ന് തുടങ്ങാം. അതായത് സത്യത്തില് നമ്മുടെ ജീവിതമാർഗമാണെങ്കിൽ പോലും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞതൊരു 200 to 200 മുകളിലേക്ക് അത്രയും കിലോമീറ്ററുകൾ യാത്ര ചെയ്തും മറ്റുള്ളവരെ കണ്ടും മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ബിസിനസ്. സത്യത്തിൽ അതൊരു എൻജോയ്മെന്റ് മോഡിൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതൊരു തളർച്ചയോ മറ്റുള്ള പ്രശ്നങ്ങളോ ആകാറില്ല.
ഇപ്പൊ മുജീബ് സാർ പറഞ്ഞ പോലെ നാളെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ അതേ എൻജോയ്മെന്റ് മോഡിലാണ് നമ്മുടെ ജോലിയെ കാണുന്നത് എങ്കിൽ ഇപ്പൊ മാം പറഞ്ഞതുപോലെ ആ രീതിയിലാണെങ്കിൽ നമുക്കിതൊന്നും ഒരു തളർച്ചയോ പ്രശ്നങ്ങളോ അല്ല, വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മുജീബ് സാർ. Thanks. കിട്ടണില്ല. താങ്ക് യു മാം. ആബിദയാണ് തിരൂരിന്ന്. വളരെ മനോഹരമായ ഒരു സെഷൻ, ഐ ഓപ്പണിംഗ് സെഷൻ. സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ടേക്ക് അവേസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, നമ്മളെ വേർപാടിനെ കുറിച്ച് അതിൽ നിന്ന് നമ്മൾ റിട്രീവ് ചെയ്യുന്നതിൻ്റെ ഒരു പോയിന്റ്സ് മാം പറഞ്ഞത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ്റെ ഉമ്മയും കൂടി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു കാര്യം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മീൻസ് മാം പറഞ്ഞ കുറേ കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ളത്. കാരണം നമ്മുടെ ലൈഫിൽ അതൊക്കെ ഇനെവിറ്റബിൾ ആണ്, നമ്മളത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ മാം പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ, കുറേ ടേക്ക് അവേസ് ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് എടുത്തു. വീണ്ടും ഈ ഒരു ഫ്ലോറിൽ കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച് മാം. അടിപൊളി സെഷൻ ആയിരുന്നു. ഹലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽക്ക് നമ്മൾ ആരെയാണോ ശരിക്കും ബേസിക്കലായിട്ട് നമ്മൾ ആരെ കണക്ട് ചെയ്യേണ്ട ആ രൂപത്തിലാണ് മാം ഇന്ന് സെഷൻ എടുത്തിട്ടുള്ള. മെഡിറ്റേഷനൊക്കെ ആ രൂപത്തിൽ നമ്മൾ എത്തിച്ച് ചെയ്തു. പിന്നെ ആരൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതിന്റെ മാർഗങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒരു ടൂളായിട്ട് നമുക്കിന്ന് മാം എന്ന സെഷൻ നമുക്ക് മനസ്സിലാക്കി തന്ന ഏറ്റവും വലിയൊരു കാര്യം. ശരിക്കും നമ്മളെല്ലാവരും ആ ടൂൾ എന്നും പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അതിമനോഹരമാവുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് അസ്ലാം മാം. അസ്ലാം മാം, മാമിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ അത് എല്ലാ വാചകങ്ങളും ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും മനസ്സ് തട്ടി പറയുന്ന ഒരു സെഷനായി മാറി. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരുപാട് സെഷൻസ് കേട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് സെഷൻസ് കേൾക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ്. ഇറ്റ്സ് എ പ്രെയർ. നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോഴും അതുപോലെ നാമം ജപിക്കുമ്പോഴും അതുപോലെ കുർബാന അല്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഏതാണ്ട് ഒരേ വചനങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡും എല്ലാ ദിവസവും എല്ലായ്പ്പോഴും മരിക്കുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ശരിക്കും വളരെ ഇഫക്റ്റീവായിട്ട് ഒരു വ്യത്യസ്ത രൂപത്തിൽ ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ സെന്റൻസിലും ഫീൽ ചെയ്യുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്തു. താങ്ക് യു സോ മച്ച് അസ്ലാം മാം. താങ്ക് യു അസ്ലാം മാം. ഞാൻ അമ്പിളി ദേവാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കോൺഷ്യസ്ലി അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ തന്നെ ഇത് ഉതകുന്ന ഒരു പ്രാക്ടീസാണ്. ഞാനത് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഓരോ ഓർമ്മപ്പെടുത്തലുകളും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പം മാം പറഞ്ഞിരുന്നല്ലോ, വേദനിപ്പിച്ചവർ അല്ലെങ്കിൽ അവർ മുമ്പ് ചെയ്ത് ശരിയാണ്, സത്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അവരോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്. എക്സലന്റ് ടോപ്പിക്, എക്സലന്റ് സെഷൻ. അതുപോലെ തന്നെ പ്രസന്റ് ചെയ്ത വോയിസ് മോഡുലേഷൻ ഒക്കെ സൂപ്പർ ആയിരുന്നു. സൂപ്പർ മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അസ്യാം മാം താങ്ക് യു. ഞാൻ രാധാകൃഷ്ണനാണ്. ഈ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കണ്ണു തുറപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു. യഥാർത്ഥത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ സത്യത്തിൽ കരഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ചിരിച്ചു പോകുന്ന പല സന്ദർഭങ്ങളും മേഡത്തിന്റെ ആ ക്ലാസ്സിലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നമ്മളെ ദുഃഖിച്ചിരിക്കുന്ന ആളുകൾ ഇതിൽ ഒരു കാര്യമില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ എന്തിനാണ് ദുഃഖിക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ നമ്മൾക്ക് സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന വലിയൊരു ഇതായിരുന്നു. അതുപോലെ മാഡത്തിന്റെ സൗണ്ട്, ആ സൗണ്ട് മോഡുലേഷൻ അത് വളരെ ഒരു സെക്കൻഡ് പോലും നമ്മൾ ആ ഇതിന് ശ്രദ്ധ മാറ്റാൻ പറ്റുന്നില്ല. അത്രയും നല്ല ആ ശബ്ദവും അതുപോലെ തന്നെ ഓരോ വാക്കുകളും ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന തരത്തിലായിരുന്നു മാം സംസാരിച്ചത്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് ടു ഓൾ. മിസ് കനൽ രാധാമണി. എനിക്ക് പറയാനുള്ളത് റോണ്ടാബിന്റെ ആ ക്ലാസ്സസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് പഠിച്ചതെല്ലാം ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക. ലൈക്ക് എഡ്യൂക്കേറ്റർ
കീപ് ഗോയിങ് ആൻഡ് കീപ് ഗെറ്റിംഗ് എവറി ഡേ. നമ്മൾക്ക് പല പല എക്സ്പീരിയൻസിലൂടെ യു ആർ ഗെറ്റിംഗ് മെനി തിങ്സ്. ആൻഡ് എനിക്ക് ഐ എം വെരി താങ്ക്ഫുൾ ടു യു. ആക്ച്വലി ഇന്നലെ ഞാനൊരു 84 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാളെ കാണാൻ പോയിരുന്നു. അപ്പം ആക്ച്വലി ഷീ ഗോട്ട് ഓപ്പറേറ്റഡ്, ഹാർട്ട് സർജറി കഴിഞ്ഞു. അപ്പോഴും ഒന്നും കുഴപ്പമില്ല, ഷി വാസ് വെരി ആക്റ്റീവ്. പക്ഷെ മകൻ വന്ന് തിരികെ പോയി കഴിഞ്ഞപ്പോൾ, മകൻ ഓസ്ട്രേലിയയിലായിരുന്നു, വന്ന് തിരികെ പോയി കഴിഞ്ഞപ്പോൾ ഷി ബിക്കെയിം വെരി സം സോർട്ട് ഓഫ് ലോൺലിനെസ് ആണോ അതോ എന്താ പറയുക, പുള്ളി ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ എത്തിച്ചേർന്നു. അപ്പൊ ഇന്നലെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഫീൽ ചെയ്തു. കാരണം എഴുന്നേക്കുന്നില്ല, കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, ഒന്നുമില്ല. ബട്ട് വാട്ട് യു സെഡ് ദ സെയിം തിങ്. ഞാൻ ആ മകൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റിരിക്കാനും അറ്റ്ലീസ്റ്റ് ഡൈനിങ് ടേബിൾ വരെ എത്താനും പറ്റി. അപ്പൊ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഈവൻ ദോ ഐ വാസ് ജസ്റ്റ് ഫോർഗോട്ട്, ഞാനത് മറന്നിരുന്നു. ട്രോണ്ടാവന്റെ ബുക്ക് വായിച്ചത് ഞാൻ 4-5 years മുമ്പാണ്. അപ്പൊ അത് ശരിക്കും മറന്നുപോയിരുന്നു. പക്ഷെ ഇത് ഇന്നലെ ചെയ്തതും ഇന്ന് മാഡം പറഞ്ഞതുമായിട്ട് വളരെ കോറിലേറ്റഡ്. ഇറ്റ്സ് സോ നൈസ്. ആൻഡ് എവറി ഡേ വി ആർ ഗെറ്റിംഗ്. ആൻഡ് ഈ ടീമിനോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദേ ബ്രിങ് വിത്ത് ഒരു ഇന്ന് തരുന്ന സെഷൻ ആയിരിക്കില്ല നാളെ. യു ഗെറ്റിംഗ് ഇൻ ഓൾ ദി സൈഡ്സ്. എല്ലാ സൈഡിൽ നിന്നും നമുക്കൊരു പ്രോഗ്രസ് നമ്മുടെ മനസ്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന എന്ത് വേണം, എങ്ങനെ വേണം, ചില കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞാലും എല്ലാ ക്ലാസ്സിലും 1-2 പോയിന്റെങ്കിലും നമുക്ക് വീണ്ടും റിപ്പീറ്റേഷൻ ആണെങ്കിൽ പോലും നമുക്ക് കിട്ടും. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. ടേക്ക് കെയർ. ഗുഡ് മോർണിംഗ് ആസിയ മാം. സൂപ്പർ സെഷൻ. ഇതൊരു മാജിക്കൽ സെഷൻ എന്ന് വേണം പറയാൻ. കാരണം നമ്മളൊക്കെ മനസ്സിൽ ഈ വെറുപ്പൊക്കെ ഒരാവശ്യമില്ലാണ്ട് വെറുപ്പ് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. നിസ്സാര കാര്യങ്ങൾ മതി ജീവിതത്തിൽ വെറുപ്പ് പോകുന്ന ഒരു പ്രകൃതമാണ് നമുക്കൊക്കെ. അതൊക്കെ മാറ്റാനുള്ള ഒരു ഐ ഓപ്പണിംഗ് സെഷനാണത്. പിന്നെ നഷ്ടപ്പെടൽ, ആബിദ മാം പറഞ്ഞ പോലെ ഈ വേർപാടിന്റെ ഒരു വിഷമമൊക്കെ നമ്മൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അതൊക്കെ എന്തിനാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം വേർപെട്ടു, പക്ഷെ അവരുടെ ഓർമ്മകളിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ജീവിക്കണം. അത് മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് ജീവിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മളിൽ നിന്ന് വേർപെട്ടവരെ ആലോചിച്ച് മുഴുവൻ ജീവിതകാലം ദുഃഖം കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. എന്തായാലും ഇത് റിയലി എ മാജിക്കൽ സെഷൻ. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് ഓൾ. ഉസ്മാൻ, നല്ലൊരു സെഷൻ ആയിരുന്നു. അതായത് നമ്മൾക്ക് ഈ ദേഷ്യം പിടിപ്പിക്കുന്നവരും വെറുപ്പിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കുറെ ആളുകളുണ്ടല്ലോ നമ്മളെ കാറ്റഗറി. അവർക്ക് നമ്മൾ ശരിക്കും സത്യം പറയണം. കാരണം അനുഭവം അവരാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താ പറയാ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവര് കാണാനല്ല, അവര് നമ്മളെ കുറിച്ച് താഴ്ത്തി കെട്ടുമ്പോ നമ്മളൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു പവർ, ഒരു തീ കത്തുമല്ലോ ഉള്ളില്. ആ സംഭവത്തിൽ നമ്മൾ സക്സസ്ഫുൾ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളത്. എന്റെ അടുത്തുണ്ടാകും പോരായ്മകളൊക്കെ, അവരുടെ അടുത്തുണ്ടാവും. എന്താണെന്നുണ്ടെങ്കിലും അവര് നമുക്ക് എന്നാ പണി, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്ദി പറയണം. തീർച്ചയായിട്ടും അവർക്കാണ് നന്ദി പറയേണ്ടത്, കൂടെ പടച്ചോനും. എന്തായാലും താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു അനുഭവം ജസ്റ്റ് എന്റെ ഒരു അനുഭവം പങ്കുവെച്ചതോടുകൂടി മാമിന്റെ ക്ലാസ്സും ആ പുഞ്ചിരിയും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു. താങ്ക് യു മാം. ആസിയ മാം, വണ്ടർഫുൾ സെക്ഷൻ. എന്തായാലും ഉസ്മാൻ സാർ പറഞ്ഞ മാതിരി ഉസ്മാൻ സാറിന് ഒരുപാട് അനുഭവങ്ങൾ ഉസ്മാൻ സാറിനുണ്ട്. അപ്പൊ ഉസ്മാൻ സാറിന്റെ അനുഭവങ്ങളാണ് ഏറ്റവും, ഞാൻ പഠിച്ചതിൽ വെച്ച് ഉസ്മാൻ സാറാണ് നല്ല അനുഭവിച്ചിരിക്കുന്നത്. ഒരുപാട് അനുഭവിച്ച് നല്ലൊരു എന്താ പറയാ നല്ലൊരു രംഗപ്രവേശം ചെയ്ത ഒരാളാണ് ഉസ്മാൻ സാർ. അപ്പൊ എന്തായാലും ഉസ്മാൻ സാർ ഞങ്ങൾക്ക് ഒരു മാതൃകയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ അതുപോലെ തന്നെ മാഡത്തിന്റെ ഇന്നത്തെ ക്ലാസ് വണ്ടർഫുൾ സെക്ഷൻ, നല്ലൊരു സെക്ഷൻ എന്ന് പറയാം. ഇതുവരെ കേട്ടിരുന്നു, കാണാൻ ലൈവായിട്ട് കാണാൻ കഴിഞ്ഞില്ല, ഞാൻ വണ്ടിയിലായിരുന്നു. ഇപ്പൊ ഷോപ്പിൽ എത്തിയിട്ടുള്ളൂ. താങ്ക് യു മാം. ഇത് എത്രാമത്തെ സെക്ഷനാണ് മാഡത്തിന്റെ? മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ. ഓക്കെ താങ്ക് യു വെരി പിന്നെ ഒരു മച്ച്. പാട്ട് വണ്ടർഫുൾ കൂടെ സെക്ഷൻ. വരാനുണ്ട്. ഓക്കെ താങ്ക് യു വരൂ. ഇങ്ങനെ ഓരോ സെക്ഷനിൽ ഞങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഓരോ അറിവുകൾ ഞങ്ങൾക്ക് തന്നാലല്ലേ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഒരു സെക്ഷൻ എടുക്കാൻ തോന്നുകയാണെങ്കിൽ സെക്ഷൻ എടുക്കാൻ കഴിയുള്ളൂ. ഇതുമാതിരിയുള്ള അറിവുകൾ നമുക്ക് കിട്ടണം. നമുക്ക് പകർന്നു വരുമ്പോഴേ നമുക്കത് തിരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. ഓക്കെ താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ഒത്തിരി പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്കിന്റെ ഒരു പെരുമഴയാണ് വന്നത് അല്ലെ. അപ്പോൾ എനിക്ക് ഏറ്റവും ജയേട്ടൻ പറഞ്ഞപ്പോൾ എന്താണ് ഇനി നാലാമത്തെ സെക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ 4 ഉണ്ട്. അപ്പൊ വരൂ എന്നാണ് പറയണത്. എന്താ ദാറ്റ്സ് എ റിയൽ അല്ലെ. ഓക്കെ. അതുപോലെ തന്നെ ഈ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു നമ്മളെ ജോലിക്ക് നമുക്ക് കഷ്ടപ്പാടുണ്ടെങ്കിലും അതിൽ ഗ്രാറ്റിറ്റ്യൂഡും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഉസ്മാൻ സാർ ഇപ്പോഴും പൊറാട്ടയും ചായ ഉണ്ടാക്കൂല എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ. എനിക്ക് മാഡം പറഞ്ഞ ലാസ്റ്റ് ഒരു പോയിന്റ് ഭയങ്കര ഇഷ്ടം. എന്താണ്,
ഈ ഭാര്യ ഭർത്താക്കന്മാർ അടി കൂടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറയുന്നൊരു വാക്കുണ്ട്, സോൾവ് ആയി കഴിഞ്ഞാൽ സ്നേഹമുള്ളിടത്തേ എന്തുണ്ടാവുള്ളൂ, തല്ലുണ്ടാവുള്ളൂ എന്നുള്ളത്. ആ മേഡം അത് കറക്റ്റ് എനിക്ക് കറക്റ്റായിട്ട് തിരുത്തി. ആ സമയത്ത് ഇന്ന് പേർക്ക് എന്താ സ്നേഹമില്ലേ? ഒരു ദിവസം രാത്രി ഇന്ന് 10 മണിക്ക് കിടക്കുക, നേരം വെളുക്കോറും ഒരു അടി കൂടിയിട്ട് പിറ്റേ ദിവസം വന്നിട്ട് സോൾവ് ആയി കഴിഞ്ഞാൽ പറയും സ്നേഹമുള്ളിടത്ത് അടി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്നേഹമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 4-5 വീട് അപ്പുറത്ത് ഒരു വെള്ളം അടിച്ചിട്ട് ഒരുത്തൻ വന്നിട്ട് മറ്റേ വൈഫിനെ എന്നും അടിക്കും. അപ്പോൾ അടി കൂടുന്ന സമയത്ത് അതിന്റെ മോള് എന്നെ വിളിക്കും, ഇക്ക ഒന്ന് വന്നിട്ട് ഒന്ന് എന്തേലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം അടിച്ചു പൊട്ടിക്കും എന്ന് പറയും. അപ്പൊ എന്നോട് ഈ വെള്ളടിക്കുന്ന ഒരാള് ലാസ്റ്റ് പിറ്റേ ദിവസം കാണുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് പറയാറുണ്ട്, അത് ഈ വിചാരിക്കുന്ന മാതിരിയല്ല, നിനക്ക് അതിനെ കുറിച്ച് അറിയായിട്ടാണ്. സ്നേഹമുള്ളടത്തെ ഈ ചട്ടി പൊട്ടിക്കലും എന്താ പറയാ ഒരു കലാവുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുന്നു പറയല്ലേ. അപ്പൊ എല്ലാം അടിച്ച് ഉടക്കി പൊട്ടിച്ചിട്ട് തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് പറയാണ് സ്നേഹമുള്ളടത്തെ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പൊ സ്നേഹിക്കാനുള്ള മനസ്സ് 24 hours കാണിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഓരോ പോകുന്ന നിമിഷങ്ങളും എന്ത് ചെയ്യുക, കാണിക്കുക. നൗ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അവർ ദ കിസ് കോമ്പറ്റീഷൻ ഫോർ കിസ് മാസ്റ്റർ. ശ്രീ സാർ ഉണ്ടോ അതോ ലൈലുണ്ടോ അതോ എക്സ്ക്യൂസ് മീ ശ്രീ സാർ ലൈലുണ്ടോ? And I would like to invite the Manav sir. താങ്ക് യു ചെയർമാൻ. ഈ ആഴ്ചത്തെ 3ാമത്തെ ക്വിസ് കോമ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ആണ് ഇന്ന്. എല്ലാവർക്കും അറിയാം, ചാറ്റ് ബോക്സിലൂടെ മാത്രം ഉത്തരം അയച്ചാൽ മതി. അതിൽ തന്നെയാണ് ചോദ്യം വരുന്നത്. ഇതുവരെ കഴിഞ്ഞതിൽ നമുക്ക് സ്കോർ ബോർഡ് നോക്കുമ്പോൾ മിസ്സിസ് വത്സല വിൻസെന്റ് 100 points കൊച്ചിയിൽ നിന്നാണ്. അതുപോലെ തന്നെ നീതൽ മാം കണ്ണൂരിൽ നിന്ന് 100 points. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കാണാം. ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് ആവുമ്പോൾ അത് നോക്കിയിട്ടൊക്കെ എഴുതുക. വെറുതെ ABCD GFGH എന്നൊന്നും എഴുതണ്ട, നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാ അവിടെ വന്നു കഴിഞ്ഞു. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ബോംബെ ഡക്ക്? എന്താണ് ബോംബെ ഡക്ക്? ഓക്കെ, ബോംബെ ഡക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എഫ് ആണ് റൈറ്റ് ആൻസർ. അതിൽ ഏറ്റവും ആദ്യം ആൻസർ ചെയ്തിരിക്കുന്നത് അസീസ് വിളംബരം കോട്ടക്കൽ നിന്ന്. കൺഗ്രാറ്റുലേഷൻ അസീസ് സാർ. സജിന മാം, മുരളി സാർ, മല്ലിക മാം, ബിന്ദു, ശ്രീജ, ജെസ്സി മാം. F 2 times വന്നിട്ടുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിവേ എന്നാലും അസീസ് വിളംബരം എഫ് ചെയ്ത് ആര് എഫ് ചെയ്തോ അവരൊക്കെ റൈറ്റ് ആൻസർ. അത് ആദ്യം ചെയ്തവർ ആരാണോ അവര് അസീസ് വിളംബരാണ്. കൺഗ്രാറ്റുലേഷൻസ് അസീസ് സാർ. ഓവർ ടു ചെയർമാൻ. എക്സ്ക്യൂസ് മീ മനോജ് സാർ, ഫിഷ് അല്ലേ കറക്റ്റ് ആൻസർ? അതെ ഫിഷ് അല്ലേ? ഫിഷ് ആണ് കറക്റ്റ് ആൻസർ. അതില് ഓപ്ഷനിൽ 2 എഫ് വന്നിട്ടുണ്ട്. പക്ഷെ എഫ് ആരെഴുതിയോ അവരൊക്കെ വിന്നേഴ്സ് ആണ്. അവര് വിന്നേഴ്സ് ആണ്. ഓവർ ടു ചെയർമാൻ. ഫിഷ് ജി അല്ലേ സർ? ജി ആണ് സർ ഫിഷ്. ഒരു മിനിറ്റ്. ഓ, അതെന്ത് പറ്റി? വിൻസെന്റ് സാർ ആണെന്ന് തോന്നുന്നു. ജി ആണ് കറക്റ്റ്. ജി ആണ്. റിയലി സോറി ഫോർ ദ ക്വസ്റ്റ്യൻ. ഉത്തരം ഫിഷ് ആണ്. പക്ഷെ അതിൽ ഓപ്ഷൻസിൽ ജി ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഇതില് വിൻസെന്റ് സാർ എഴുതിയിരിക്കുന്നതാണ് ശരി. റിയലി സോറി. എന്തായാലും കൺഗ്രാറ്റുലേഷൻ വിൻസെന്റ് സാർ. ബാക്കി എല്ലാവരോടും സോറി. ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഓവർ ടു ചെയർമാൻ. കൺഗ്രാറ്റുലേഷൻ വിൻസെന്റ് സാർ. ആൻഡ് ഇതാവുമ്പോൾ ഒരു കുടുംബമാകുമ്പോ തട്ടിയും മുട്ടിയും, കലാവുമ്പോൾ എന്താ പറയാ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. അതൊക്കെ സ്നേഹം കൊണ്ട് പറ്റുന്നതാണ്. അപ്പൊ സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം എന്ത് ചെയ്താൽ മതി ഇത് സംഭവം ചെയ്തത്. നമ്മൾ വി ആർ ദ നല്ലൊരു ടീം വർക്കാണ്, കൂട്ടായ്മ. ചെറിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് തിരുത്തി വളരെ ഭംഗിയായിട്ട് വളരെ ചിരിച്ചുകൊണ്ട് മനോജ് സാർ പോലെ മുന്നോട്ട് പോകാൻ സാറിന് മാത്രമേ കഴിയുള്ളൂ. വേറെ ആർക്കും എന്തില്ല കഴിയില്ല എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഡ്രൈവിംഗിലാണ് ക്വസ്റ്റ്യൻ ഒക്കെ പ്രിപ്പയർ ചെയ്തത്.
കാരണം സാറ് രാവിലെ മുതൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം പറയാറ്. ചിലപ്പോൾ ചെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ചില സമയത്ത് ചെയർ ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയർ ചെയ്യരുത്, ഡ്രൈവ് ചെയ്യുന്നതും സംസാരിക്കരുത്. നമുക്ക് തോന്നും നമ്മളെ എക്സ്പെർട്ട് ആണെന്നുള്ളത്, പക്ഷെ നമുക്ക് തിരിച്ച് നമ്മളെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് അവർക്ക് അവരുടെ ഡ്രൈവർമാർക്ക് അറിയില്ല നമ്മളെ എക്സ്പെർട്ട് ആണെന്നുള്ളതും, നമ്മൾ JCAയുടെ ആളാന്നുള്ളതും, നമ്മൾ കോഫി ടോക്കിന്റെ ആളാണെന്നതും അവർക്കറിയില്ല. നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ നമ്പർ 1 ആണെന്നുള്ളത്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ആസിയ മാമിന്റെ എന്റെ ഫാമിലി ട്രാൻസ്ഫോർമേഷൻ കോച്ച് തന്നെയാണ് അത്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഒരാളെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. എന്തായാലും ഞങ്ങള് കോട്ടയം ഇടുക്കി വഴി വരുന്നുണ്ട്, എന്തായാലും നേരിട്ട് കാണാം എന്നുള്ള ഒരു പ്രതീക്ഷ ഞാൻ ഇന്ന് വൈഫിനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മാഡത്തിന്റെ വോയിസ് കേട്ടപ്പോൾ. എന്തായാലും ചില ശബ്ദം കാണുമ്പോൾ, ചിലവരെ അഡ്വൈസ് കേൾക്കുന്ന സമയത്ത് അവരെ ചിലപ്പോൾ നമുക്ക് കാണാൻ തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ അപൂർവമായിട്ട് കാണാൻ തോന്നുന്ന വ്യക്തികളെ ഒരാളാണ്. അപ്പൊ എന്തായാലും ഒരു ഫാമിലി ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു മനസ്സിലേക്ക് ചില വേർഡ്സുകൾക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരാണ് ട്രെയിനർ. അത് നല്ലൊരു ട്രെയിനിങ് മേഖല നല്ല സെലക്ട് ചെയ്തതുകൊണ്ട് വളരെയധികം ഭാഗ്യമായി തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ നമ്മളെ സമൂഹത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിലെ ബാക്കിയുള്ളവരെയും ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഹേമ രഞ്ജിനി മാം തിരുവനന്തപുരം നിന്ന് ആയിക്കോട്ടെ, വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് മാഡത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ് ഹേമ രഞ്ജിനി മാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആദ്യമേ ഞാൻ എന്റെ ഫീഡ്ബാക്ക് പറയുകയാണ്. ആസിയ മാം സൂപ്പർ. സത്യത്തിലെ എന്താ ഇവിടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മാമിന്റെ മുന്നിൽ ഞാൻ തന്നെയാണ് എന്ന് ഞാൻ 100% ഞാൻ എന്റെ ആത്മാർത്ഥമായിട്ട് പറയുന്നു. താങ്ക് യു സോ മച്ച്. കാരണം മാതാപിതാ ഗുരു ദൈവം അല്ലെ, അതിൽ ഇത്രയും സംഗതി എല്ലാം ഉണ്ട്. പക്ഷെ അതില് ഭാര്യ ഭർത്തൃ ആ ഒരു സംഭവം വരുന്നില്ല. പക്ഷെ അത് അച്ഛനും അമ്മയും തന്നെയാണ് അല്ലെ. നമ്മളും അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളും അങ്ങനെയാകുന്നു. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതോടൊപ്പം നമ്മുടെ പാർട്ട്ണർ നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ ആ ഒരു വിഷമം നമുക്ക് ആ സമയത്ത് ഉണ്ടാകും. പക്ഷെ നമ്മളോടൊപ്പം ഉള്ള ആ സ്വകാര്യ നിമിഷങ്ങളും അവർ തന്ന നമുക്ക് നന്മകളും ഒക്കെ നമ്മൾ ഓർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ 100% നമുക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും. എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റും. എല്ലാം താങ്ക് യു സോ മച്ച് മാം. ഇതാണ് എന്റെ ഫീഡ്ബാക്ക്. ഇന്നോടെ എന്നെ വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം മുജീബ് സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം അല്ലെ, നമ്മുടെ ഈ കോഫി ടോക്ക് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ടോക്ക് തന്നെയാണ് അല്ലെ. ഇന്ന് മാമിന്റെ ആ ഒരു ക്ലാസ് അത് തന്നെയാണ് കോഫി ടോക്കിൽ കയറുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും നല്ല നല്ല അനുഭവങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ അല്ലെ. അനുഭവമാണ് ഗുരു. അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ അച്ഛൻ അമ്മ അത് നമ്മുടെ ചേർത്ത് പിടിക്കലാണ്, നമ്മുടെ ഹൃദയമാണ്, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാം. നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടുന്നത് എന്തും അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക. ആ ശ്രമമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞാൻ. താങ്ക് യു മാം, സൂപ്പർ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹിഷാം സാറാണ് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നിരിക്കുന്നത്. അതോടൊപ്പം ഇന്നത് മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ മുജീബ് സാർ, ശ്രീജിത്ത് സാർ, രേഖ മാം, സുല്ല മാം, അങ്ങനെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ്. അവരുടെ മനസ്സാണ് ഇന്നത്തെ കോഫി ടോക്ക്. അതോടൊപ്പം ഈ ക്വിസ് പ്രോഗ്രാം മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ സ്വന്തം മനോജ് സാറാണ്. അങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളും, മലേഷ്യയിൽ ഇരിക്കുന്ന ഉസ്മാൻ സാർ പോലും ഇന്ന് ഇത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സത്യത്തിൽ അഭിനന്ദനാർഹമാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം കൂടി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദാറ്റ്സ് എ ഗുഡ് ട്രാൻസ്ഫോർമേഷൻ. ഹേമ മാഡത്തിന്റെ അടുത്ത് ഇത്രയും ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഇടതടവില്ലാതെ ഒരു ന്യൂസ് വായിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ പോകുന്ന സമയത്ത് ഡിബാറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലോട് കൂടിയിട്ട് ഈ കോഫി ടോക്കിൽ ഇത്രയും ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റും. ദാറ്റ്സ് എ പ്രൗഡ് ഓഫ് യു. ആൻഡ് അതിന്റെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, അതിന്റെ ടീം വർക്ക് ആൻഡ് എസ്പെഷ്യലി ദ കോഫി ടോക്കിൽ നിന്ന് കിട്ടിയ കുറെ നല്ല നല്ല അനുഭവങ്ങളാണ്. എന്തായാലും ഒത്തിരി സംസാരിക്കാണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനിയും ഫ്യൂച്ചറിൽ അറിയാനുണ്ട്. എല്ലാ പ്രഭാതവും നമുക്ക് വേണ്ടി 7 മണിക്ക് ഈ പ്ലാറ്റ്ഫോം തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിൽ നമുക്ക് കയറി വരാം. ഇഷ്ടം പോലെ അവസരങ്ങൾ നൽകാം, അല്ലെങ്കിൽ ഇഷ്ടം പോലെ അവസരങ്ങൾ ലഭിക്കാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇത് സമൂഹത്തിൽ എന്ത് ചെയ്യാം, എടുത്ത് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നാളെ ജീവിതത്തിൽ നല്ലൊരു ലൈഫിന് വേണ്ടി എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. ഇതിനൊക്കെ പറ്റുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് എ കോഫി ടോക്ക് 7 AM. അപ്പൊ എന്തായാലും ഈ മനോഹരമായ ഈ 7 AM പ്രഭാതം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് മനോഹരമായ ഈ പ്രഭാതത്തിൽ എന്റെ എല്ലാ പ്രിയ
കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം, സമാധാനം നിറഞ്ഞതാവട്ടെ. ഓരോ നിമിഷവും ആസ്വദിക്കുവാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ഈ ദിവസം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷപരമായ മാജിക് വേർഡ്സുകൾ കൊണ്ട് സന്തോഷപരമായ രൂപത്തിലേക്ക് വരട്ടെ. 7 AM പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് റിഫ്ലക്ട് ചെയ്തിരുന്ന ഒരു സ്റ്റൈലിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ പുതിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമായി, പുതിയൊരു വേർഡ്സുമായി, പുതിയൊരു മാജിക് വേർഡ്സുകളുമായി, പുതിയൊരു അനുഭവങ്ങളുമായി, പുതിയൊരു ട്രെയിനറുമായി നാളെ സെയിം പ്ലാറ്റ്ഫോമിൽ സെയിം സമയത്ത് സെയിം സുഹൃത്തുക്കളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ വണക്കം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. താങ്ക് യു Thank you so much, sir. Thank you so much. Excellent session.